ഹലോ ഗായ്സ്, ടിറ്റോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലുള്ള ഒരു ചെറിയ സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെയിൻറ്റ് റിമൂവർ എന്ന് പറയുന്ന സാധനമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ആവശ്യം വരുന്നൊരു സാധനം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ്, ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇന്നത്തെ നമ്മളെ ഐറ്റം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പെയിൻറ്റ് റിമൂവർ എന്ന് പറയുന്നൊരു സാധനമാണ്. ഷീൻലാക്ക് കമ്പനി ഇറക്കുന്ന പെയിൻറ്റ് റിമൂവറാണ് സാധനം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 144 റുപ്യാണ് ഇതിൻ്റെ വില വരുന്നത്. എത്ര ml ആണെന്ന് ചോദിച്ചാൽ 500 ml സാധനമാണ്. ഇതിൻ്റെ ചെറിയ കുപ്പിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം വലിയ കുപ്പിയാണ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. അതാണ് 144 റുപ്യ 500 ml. എന്തൊരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പൈസ കൂടുതലാണെന്ന് തോന്നുന്നു. 150 സംതിങ് ആണ്. പറിച്ചിട്ട് മാറ്റിയാന്ന് തോന്നുന്നു. പുതിയ റേറ്റാന്ന് തോന്നുന്നു. ഇതിലെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബ്രഷ് വേണം, ഒരു ചെറിയ പാട്ടയും വേണം. ഇത് ആദ്യം ഒന്ന് കുലുക്കണം. ഇത് ഡയലൂട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുലുക്കിയിട്ട് തുറക്കാം. ഇതിനൊരു കവറും കൂടിയുണ്ട്. ഇത് കൈമലൊന്നും ആവാണ്ട് നോക്കാം. കാരണം ഇത് കൈമലായിക്കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളുന്നൊരു ഫീലായിരിക്കും. നല്ല പൊള്ളുന്ന ഫീലുണ്ടാവും ഇത് കൈമലായിക്കഴിഞ്ഞാൽ. നമുക്കിതായത് നമ്മൾ ഊരി കൈമല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, ഇതെടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക്, ഇതിൻ്റെ മറ്റേ സൈഡ് ഞാൻ പണ്ടെങ്ങാണ്ട് ഒന്നും ആവശ്യത്തിന് ഊരി എടുത്തിന്. ഇത് കുറച്ച് ഒരു പാട്ടിലേക്ക് ആക്കി. ഇതിലിപ്പോൾ എന്താ പറയുക, ഇളനീരും വെള്ളം ജ്യൂസ് അടിച്ച പോലെ ഉള്ളത്. കുറച്ച് പൊടി കുറച്ച് വെള്ളം, കുറച്ച് പൊടി കുറച്ച് വെള്ളം, അങ്ങനെയാണ് ഈ സാധനം ഉള്ളത്. നമ്മളിതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് നമ്മളിപ്പോൾ ഈ ബമ്പറിലാണ് ഞാനിപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കണം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പം ഞാനിതാ ഈ ബമ്പറിന് പെയിൻ്റ് അടിച്ച് 8ൻ്റെ ഫെയിലായിരുന്നു സംഭവം. ഇതിൽ പെയിൻ്റ് അടിച്ചിട്ട് ഇതിൽ പ്ലാസ്റ്റിക് പ്രൈമർ ഇട്ടിട്ടില്ലായിരുന്നു പെയിൻ്റ് അടിച്ച മഹാൻ. അപ്പോൾ ഇതിപ്പോൾ പൊളിഞ്ഞ് വരികയാണ്. ഈ ബമ്പർ മൊത്തം പൊളിഞ്ഞ് വരികയാണ്. അപ്പോൾ നമുക്ക് നടക്കുന്നില്ല. നമ്മൾ ബോറായി വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാനിത് മൊത്തം ഒരു കളയാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ബമ്പർ ഞാൻ എങ്ങനെയൊക്കെയോ കളഞ്ഞു. ചുരണ്ടി വീടിനൊക്കെ കളഞ്ഞു. ബാക്ക് ബമ്പർ ഞാനിതപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഗൈസ്, സാധനം സക്സസ്ഫുള്ളാന്ന് തോന്നുന്നു. കണ്ടല്ലോ, പൊളിഞ്ഞ് വരുന്നുണ്ട് സാധനം കിട്ടിലും പോലെ പൊളിഞ്ഞിങ്ങനെ വരിക. നോക്കിയാൽ ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട്. ഇതാ ഇവിടെ കടിച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ വരുന്നുണ്ടാ. നോക്കിയേ, അടിപൊളി ഇങ്ങനെ പൊന്തി വരികയാണ്. ഒരു കോട്ട അടിച്ചാൽ മതി തോന്നുന്നു. ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇപ്പോൾ തുടങ്ങി വരുന്നു. സാധനം കൊള്ളാം. ഇങ്ങനെ പൊന്തി വരികയാണ് സാധനം. അടിപൊളി. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ പൊന്തിയതിന് ശേഷം ഒരു പുട്ടി ഇവിടെ എടുക്കുക, ഇങ്ങനെ ചുരണ്ടി കളയാം. അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി കഴിയണം തോന്നുന്നു. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കുറച്ചും കൂടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വരും. അപ്പം നമ്മൾ അവിടെ തേച്ചിട്ട് പെട്ടെന്ന് ചുരണ്ടി കളഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, ആയിട്ടില്ലാന്ന് തോന്നുന്നു. നമുക്കിനി ഇവിടെ തേച്ച് വെക്കാൻ പോയത്. ഞാൻ ഒരു 10 മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നോക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോയത്. 10 മിനിറ്റ് ആയിട്ട് ഇത് എങ്ങനെ പറഞ്ഞു വരും നമുക്ക് നോക്കാം. 10 മിനിറ്റ് സമയം ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മാക്സിമം റിയാക്ഷനാണ് എടുക്കട്ട്. ഞാൻ 10 മിനിറ്റാണ് സമയം കൊടുത്തിട്ടില്ലേ. നമുക്ക് നോക്കാം 10 മിനിറ്റിന് ശേഷം ഇത് എന്താവുന്നു. ഗായ്സ്, കണ്ടല്ലോ, ഇതാ നമ്മൾ 10 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ള അവസ്ഥയാണിത്. സാധനം കൊള്ളാം, മൊത്തമായിട്ട് ഇളകി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ച് ഫുള്ള് ഇളകി വന്ന് ഈ സൈഡ് മൊത്തം നമ്മൾ അടിച്ച് വെച്ചായിരുന്നു. ഇതെങ്ങനെ ചുരണ്ടി കളയാമെന്നും കൂടി നമുക്കിങ്ങനെ നോക്കാം. തൊടുമ്പം തന്നെ മൊത്തമായിട്ട് വരുന്നുണ്ട്. കൊള്ളാം. എന്താ കുട്ടികളെടുത്ത് ഒന്ന് വലിച്ചാൽ മതി, സാധനം മൊത്തമായിട്ട് വരുന്നുണ്ട്. ഇത്രേ പണിയുള്ളൂ. പെയിൻ്റ് എങ്ങനെ കളയാം, സിമ്പിൾ മെത്തേഡ്. കൊള്ളാം. സാധനം നല്ല സാധനം തന്നെയാണ് തോന്നുന്നു. ലോക്കലൊന്നുമല്ല, അത്യാവശ്യം പെയിൻ്റാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നോക്കിക്കോ, പെയിൻ്റ് അടിക്കുമ്പോൾ കൈമലൊന്നാവാൻ നോക്കണ്ട. ഗ്ലൗസ് ഇട്ടോ, സംഭവം നല്ല പൊള്ളലുണ്ടാവും കൈമലായിക്കഴിഞ്ഞാൽ. എൻ്റെ ഇപ്പോൾ 2 തുള്ളി ആയ പോലെ എനിക്കൊരു തോന്നലുണ്ട്. നല്ല കത്തലുണ്ട് കൈ, പൊള്ളുന്ന ഫീലാണ് സാധനം. പക്ഷേ സാധനം ആയിക്കഴിഞ്ഞാൽ മൊത്തമായിട്ട് അങ്ങ് ഒറ്റയടിക്ക് ഒരു 2 കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ ക്ലീനാവും. 2 കോട്ട് അടിച്ച് കഴിഞ്ഞാൽ മൊത്തം ക്ലീനാവും. ഒരു കോട്ടിൽ തന്നെ ഏകദേശം മൊത്തം ക്ലീനായി വന്നിട്ടുണ്ട്. 2 കോട്ട് അടിച്ചാൽ ഫുൾ ക്ലീൻ ഉറപ്പാണ് ഈ സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. കണ്ടല്ലോ, ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. മൊത്തമായിട്ട് നമ്മൾ പെയിൻറ്റ് കളർ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ക്ലീൻ ആക്കാൻ ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ക്ലീനാക്കി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത് എനിക്ക് പെയിൻറ്റ് അടിക്കണം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ, ഇതിപ്പോൾ ഇതത്തെ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കാണ്ട് അടിച്ചതാണെങ്കിൽ ഇപ്പോൾ പൊളിഞ്ഞ് വരും. അങ്ങനെ പൊളിഞ്ഞ് വന്നതിനുകൊണ്ടാണ് ഞാൻ മൊത്തം പൊളിച്ച് കളഞ്ഞത്. അതുപോലെ കുറേ ഉപകാരമുണ്ട് ഇതിനെക്കൊണ്ട് ചെയ്യുന്നതിന്.
ഇപ്പോൾ രണ്ടാമത് റീപെയിൻ്റ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും പെയിൻറ്റ് പൊളിച്ച് കളയണം. കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് പൊളിച്ച് കളയണം. ഇപ്പോൾ എന്തെങ്കിലും രണ്ട് ചില്ലറ പെയിൻറ്റ് മാത്രം അടിക്കുകയാണെങ്കിൽ ആ സൈഡൊക്കെ പെയിൻറ്റ് പൊളിച്ച് കളയണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെക്കൊണ്ട് മെയിൻ ഉപകാരം അതാണ് ഇതിൻ്റെ മെയിൻ. ഇതിനെക്കൊണ്ട് മരത്തിൻ്റെയും കളയാം, മരം, വുഡ്, അങ്ങനെ എല്ലാ സാധനത്തിൻ്റെയും പെയിൻറ്റ് കളയാൻ പറ്റും. അപ്പോൾ കാശ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. വളരെ സിമ്പിളായിട്ട് സാധനം തീർത്തല്ലോ. അതിൻ്റെ സാധനം എല്ലാ കടയിലും കിട്ടും. അപ്പോൾ അതിൻ്റെ കടയിലൊക്കെ നമുക്ക് സാധാരണ വാങ്ങാൻ കിട്ടുന്നതാണ്. അതിൻ്റെ ചെറിയ ബോട്ടിൽ, വലിയ ബോട്ടിലൊക്കെ ഉണ്ട്. ഇത് സാധനം വളരെ ഉപകാരമാണ്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പെയിൻറ്റ് റിമൂവലൊക്കെ ചെയ്യാണ്ടെങ്കിൽ സാധനം വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. വീട്ടിലെ മരത്തിൻ്റെയൊക്കെ കളയാനൊന്നും അതിനും ഉപയോഗിക്കാൻ പറ്റും. ചെറിയ പൈസ അല്ലല്ലോ, 150 ഉറുപ്പ്യേ ഉള്ളൂ സാധനത്തിൻ്റെ വില. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.